പ്രിയമുള്ളവരെ, ഇന്ന് ഒക്ടോബർ 12. മലയാള ഭാഷാഭിമാനികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത രണ്ട് വിയോഗ മുഹൂർത്തങ്ങളെ ഓർമ്മിപ്പിക്കുകയാണിന്ന്. ഒരു നവതാരകമായി പെട്ടെന്ന് ജ്വലിച്ചുയർന്ന് 26-ാം വയസ്സിൽ പൊലിഞ്ഞുപോയ അത്ഭുത പ്രതിഭ VC ബാലകൃഷ്ണ പണിക്കർ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് ഇന്ന് 105 സംവത്സരങ്ങൾ പിന്നിടുകയാണ്. 1889 മാർച്ച് 1 മലപ്പുറം ജില്ലയിൽ വേങ്ങരയ്ക്ക് സമീപം ഊരകം കീഴ്മുറിയിലാണ് ഈ അസാധാരണ പ്രതിഭ ജനിച്ചത്. അല്ലിൻ്റെ അന്ത്യയാമത്തെ പ്രകീർത്തിച്ച പെരുമ്പറയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാവ്യകല്ലോലമാല. മലയാള കാവ്യനഭസ്സിലെ ഒരു വിലാപമായിരുന്നു ആ ജീവിതം. മലയാള കാവ്യവാഹിനിയിൽ ഒരു പരിവർത്തനത്തിൻ്റെ ദശാസന്ധിക്ക് ഗതി നിർണയിച്ചിട്ടാണ് VC ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. കാൽപ്പനിക വസന്തത്തിന് വർണ്ണക്കൊടി ഉയർത്തിയാണ് അദ്ദേഹം വിടവാങ്ങിയത്. എങ്കിലും ആ ദീപം പ്രസരിപ്പിച്ച കാവ്യപ്രകാശം ഇന്നും മലയാള കവിതയുടെ സ്വത്വം വ്യക്തമാക്കുന്നു. 26 സംവത്സരങ്ങൾ, അതിൽ 8-10 വർഷത്തെ പത്രപ്രവർത്തനവും സാഹിത്യപ്രവർത്തനവും. മലയാള കാവ്യനഭസ്സിലെ കൊള്ളിമീൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ഏത് എഴുത്ത് വഴിയിലായാലും എത്രയായാലും മലയാളികൾ കൊടും നോവാൽ സ്മരിക്കുന്നത് കണ്ണീരിൻ്റെ കഥയായ ഒരു വിലാപത്തിൽ സ്പർശിച്ചാണ്. തൻ്റെ കാമുകിയുടെ അകാല നിര്യാണം കവിയുടെ ജീവിതത്തെ അപ്പാടെ തകർത്തു. പൊട്ടിത്തകർന്ന ആ ഹൃദയത്തിൻ്റെ അടക്കാനാവാത്ത ദുഃഖം ഹൃദയസ്പർശിയായി ആവിഷ്കരിച്ചു. മരണകാലം വരെ തൃശ്ശൂരിൽ കേരള ചിന്താമണിയുടെ പത്രാധിപരായി കഴിഞ്ഞു. അക്കാലത്താണ് വിഷൂചിക ബാധിച്ച് അമ്മയും ഇളയ സഹോദരനും 2 അമ്മാവന്മാരും അന്തരിച്ചത്. തൃശ്ശൂരിലെ തൻ്റെ ഇഷ്ടക്കാരി ഇതേ കാലത്തു തന്നെയാണ് അകാല ചരമമടഞ്ഞതും. ഈ വിയോഗം സാധുകവിയെ വല്ലാതെ തളർത്തി. ആ വേദനയിൽ നിന്നാണ് ഒരു വിലാപം പിറന്നത്. അന്തസംഘർഷങ്ങളും ശാരീരിക പീഡകളും ജീവിതത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് VC കാവ്യരംഗത്ത് ഉജ്ജ്വലകാന്തിയോടെ തിളങ്ങി നിന്നത്. ക്ഷയരോഗബാധിതനായ അദ്ദേഹം വൈകാരികമായി നന്നേ പിരിമുറുക്കത്തിലായിരുന്നു. അപ്പോഴും നൂതനാശയ പ്രവാഹങ്ങൾ കൊണ്ടല്ല, ആഴത്തിൽ കൊള്ളുന്ന ദർശനത്തിൻ്റെ തീവ്രത കൊണ്ടാണ് ഒരു വിജൃംഭിതാവസ്ഥ അനുവാചകൻ്റെ അന്തരാത്മാവിൽ സൃഷ്ടിക്കുന്നത്. ആംഗലേയ കവികളിൽ തോമസ് ഗ്രേയുടെ എലിജിയിൽ നിന്ന് നിരവധി ആശയങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. കാമുകിയുടെ അടുത്തിരുന്ന് കാമുകൻ വിലപിക്കുന്നതായാണ് ഒരു വിലാപത്തിൻ്റെ സങ്കല്പം. തിങ്ങിപ്പൊങ്ങും തമസിൽ കടലിൽ ഒരു കുടം പോലെ ഭൂചക്രവാളം മുങ്ങിപ്പോയി മുഴുക്കെ കുളിരിളകുമിളം കാറ്റുതാനേ നിലച്ചു എന്ന ആദ്യ ഗാനം ഒരു കൊടുങ്കാറ്റിൻ്റെ മുഴക്കം പോലെ ഇന്നും മലയാളക്കരയിൽ അനുഭവവേദ്യമാകുന്നു. ചിലപ്പോൾ അണക്കെട്ടുകൾ പൊട്ടും പോലെ അനുഭവപ്പെടാം. 27 പദ്യങ്ങൾ ഇതേ മട്ടിൽ വിലാപശ്രുതി മീട്ടി പുറത്തേക്ക് പ്രവഹിക്കുന്നുണ്ട്. VCയുടെ തൻ്റെയിടം ധ്വനിപ്പിക്കുന്ന ഈ പദ്യം ഏതു പഴമക്കാരെയും പുതുതലമുറക്കാരെയും ഒരുപോലെ ആകർഷിക്കുന്നു. അന്ന് മലയാള സാഹിത്യ തറവാട്ടിൽ മുടിചൂടാ മന്നനായി വിരാജിച്ചു പോന്ന സാക്ഷാൽ കേരളവർമ്മ വലിയകോയിത്തമ്പുരാനെ അദ്ദേഹത്തിൻ്റെ കാവ്യജീവിതത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ടുള്ള ഈ ഒരു മുക്തകം. മൂന്നാണങ്ങേക്കു പണ്ടേ ദൈതകൾ അവരിൽ സ്വസ്ഥയായി ഏക കഷ്ടം, പിന്നീടുള്ളോൾ പുകഴ്പെണ്ണവൾ അപരപുരാന്തങ്ങളിൽ സഞ്ചരിപ്പൂ, ഭാഷായോഷിത്തുപറ്റി പ്രജകൾ വളരെയായി അങ്ങനർത്ഥത്തിലായി, വാർദ്ധക്യം കൊണ്ടിവറ്റിൽ ചിലതിന് ചിലവേകാനുമാകാതെയായോ. കേരളവർമ്മ വലിയകോയിത്തമ്പുരാന് ഭാര്യമാർ 3 എന്നാണ് അതിലെ 1-ാം പാദത്തിൻ്റെ കൽപ്പന.
കേൾവിയിൽ തന്നെ അസ്വാഭാവികതയോ അധിക്ഷേപമോ ഒക്കെ ഉണ്ടാകാം. നമുക്കങ്ങനെ തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ വീശിയുടെ കരവിരുത് നോക്കൂ. മൂന്നാണങ്ങേക്കു പണ്ടേ ദൈതകൾ. അങ്ങേക്ക് പണ്ട് മുതലേ 3 ഭാര്യമാരുണ്ട്. അതിൽ ആ 3 ഭാര്യമാരിൽ ഒരാൾ സ്വസ്ഥയായി, അതായത് ചരമമടഞ്ഞു. നേരത്തെ തന്നെ തമ്പുരാൻ്റെ ധർമ്മപത്നി ദേഹവിയോഗം സംഭവിച്ചു. കഷ്ടമായിപ്പോയി അത്. രണ്ടാമത്തെ ഭാര്യയോ പുകൾ പെണ്ണാണ്. പുകൾ ആകുന്ന, ഖ്യാതിയാകുന്ന, കീർത്തിയാകുന്ന പത്നി. അവൾ അപരന്മാരുടെ അന്തഃപുരങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ കേൾവിയിലുണ്ടാകുന്ന അസുഖകരമായ അവസ്ഥ ഒന്നാലോചിച്ചാൽ മനസ്സിലാകും. കേരളവർമ്മ വലിയോയിത്തമ്പുരാൻ്റെ കീർത്തിയാകുന്ന ഭാര്യ പരപുരുഷന്മാരുടെ അന്തഃപുരങ്ങളിൽ സഞ്ചരിക്കുന്നു. അതായത് കേരളവർമ്മ വലിയോയിത്തമ്പുരാൻ്റെ ഖ്യാതി എങ്ങും പരന്നിരിക്കുകയാണ്. മൂന്നാമത്തെ ഭാര്യ ഭാഷയാകുന്ന യോഷയാണ്. ഭാഷയാകുന്ന ഭാര്യ പ്രസവിച്ച് ഒരുപാട് സന്താനങ്ങളുണ്ടായി. അങ്ങേക്കാണെങ്കിലോ ഇപ്പോൾ വാർദ്ധക്യവും പിടിപെട്ടു. ആ ഭാഷായോഷ പെറ്റ മക്കൾക്ക് ചിലവിന് കൊടുക്കാനാകാത്തവണ്ണം അങ്ങ് ദുർബലനായോ? അതായത് കേരളവർമ്മ വലിയോയിത്തമ്പുരാൻ്റെ ഭാഷയുടെ വഴക്കം എത്രയോ സൃഷ്ടികൾക്ക് ജന്മം കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ തമ്പുരാനോട് പ്രത്യക്ഷത്തിൽ നിന്നയെന്ന് തോന്നുകയും പരോക്ഷത്തിൽ അത് ആശീർവാദമായിട്ടോ അല്ലെങ്കിൽ പ്രകീർത്തനമായോ പരിണമിക്കുന്ന മലയാളത്തിലെ വിഖ്യാതമായ മുക്തകം VC ബാലകൃഷ്ണപ്പണിക്കരുടെ ഭാഷയോടുള്ള അദമ്യമായ അഭിവാഞ്ചയെയും സാമർഥ്യത്തെയും വെളിപ്പെടുത്തുകയാണ്. കുമാരനാശാനാണ് മലയാളികൾക്ക് പ്രിയങ്കരനായ ആദ്യത്തെ കാൽപ്പനിക കവി. ആശാൻ തൻ്റെ 35ാമത്തെ വയസ്സിലാണ് വീണപ്പൂവെന്ന കാൽപ്പനിക കാവ്യം എഴുതുന്നത്. എന്നാൽ ആശാനേക്കാൾ 16 വയസ്സിന് ഇളപ്പമുണ്ടായിരുന്ന VC ബാലകൃഷ്ണപ്പണിക്കർ തൻ്റെ 20ാം വയസ്സിൽ മലയാളത്തിലെ ആദ്യത്തെ കാൽപ്പനിക കാവ്യം എന്ന് ഖ്യാതി നേടിയ ഒരു വിലാപം എഴുതി. ആധുനിക കവിത്രയത്തിലെ ഉള്ളൂരിനേക്കാൾ 12 വയസ്സിളപ്പവും വള്ളത്തോളിനേക്കാൾ 10 വയസ്സിളപ്പവും ഉണ്ടായിരുന്ന ധീരനായ VC ബാലകൃഷ്ണപ്പണിക്കർ നമ്മെ വിട്ടു പിരിഞ്ഞത് 1915 ഒക്ടോബർ 12-നാണ്. ആ ഭാവഗായകന് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു.